നമുക്ക് മഞ്ഞ് കിട്ടാൻ നല്ല തണുപ്പാണ്. കാര്യങ്ങൾ പൂരി കണ്ടിട്ടോ. ഏതായാലും വൺ ടൈം വരണം തന്നെയാണ് ഞാൻ പറയാം. നമ്മൾ താഴത്തെ കാലാവസ്ഥയേ അല്ല മേലത്തെപ്പം മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നടന്നു വന്നിട്ട് മഞ്ഞൊക്കെ കൂടിയിട്ട് വെള്ളം ഇങ്ങനെ മഞ്ഞ് ഉരുകുന്നുണ്ട്. എനിക്ക് വീട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇതാണ് ഭംഗി. നോക്കിയേ, അപ്പം മഴ പെയ്യുന്ന പോലെ കേട്ടോ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ മഴ ചാറുന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെയാണ് മഞ്ഞിങ്ങനെ സ്നോഫോൾ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുക. കുറേ ഉരുകുന്നുണ്ട്. ഇവിടെ പിന്നെ വെയിലില്ല കേട്ടോ. താഴത്തെ പോലെ വെയിൽ കാര്യങ്ങളും ഇവിടെ കാണാനില്ല. മഞ്ഞിങ്ങനെ സ്നോഫോളായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതാ സ്ഥലം നോക്കിയേ. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വരണം കേട്ടോ. അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. കേബിൾ കാറിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. അല്ലെ കേബിൾ കാർ ആക്കൊക്കെ വിളിക്കുകയാണ് പറയാനാകുന്നില്ല. കാറ് നമുക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ഒരാഴ്ച മുമ്പാണല്ലോ ബുക്ക് ചെയ്തത് കേബിൾ കാറ്. അപ്പോൾ നമുക്ക് ഫേസ് 1 വരെയാണ് കിട്ടിയിട്ടുള്ളൂ. ഫേസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഫേസ് 1 വരുന്നത്. അപ്പോൾ ഫേസ് 1 വരെ നമുക്ക് എന്താക്കിയത് കിട്ടിയത്. ഫേസ് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മേലാണ് ഫേസ് 2 വരുന്നത്. അങ്ങോട്ടേക്ക് ചാർജ് വരുന്ന 1800 രൂപയാണ്. ഇവിടത്തേക്ക് 800 രൂപയും. ഇതിനേക്കാളും ഡബിൾ ലോങ് അങ്ങോട്ടേക്ക് മേലേക്കുണ്ട്. പക്ഷേ എന്ത് പറ്റിയില്ല, നമ്മൾ ടിക്കറ്റ് അവൈലബിൾ അല്ലായിരുന്നു. ആണല്ലോ, ഇവിടെ നല്ല ക്രഷാണ് ഇവിടെ. ഓൺലൈനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്പീഡായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് ഇനി വരുന്നുണ്ടെങ്കിൽ ഫേസ് 2 കൂടി എടുത്തിട്ടാണ് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഒരു പ്രാവശ്യം ഇവിടെ വരണം. വീണ്ടും എന്താണ് ഇങ്ങനെ പറയുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ, ഷൂ നമ്മൾ നോക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. ഷൂ കാര്യങ്ങൾ ഇതേപോലെ ജാക്കറ്റൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ റെൻറ്റിന് കിട്ടുമ്പോൾ അത് എടുത്താൽ മതി. അത് 100 രൂപ ജാക്കറ്റിന്, അതേപോലെ 100 രൂപ ഷൂവിനൊക്കെ കൊടുത്താൽ നമുക്ക് റെൻറ്റിന് കിട്ടും. ഇതിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ റിട്ടേൺ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി. ഇതൊക്കെ വലിച്ചു കെട്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ ഇടുന്ന ഒരു ജീൻസ് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കോട്ട്, റെയിൻ കോട്ട് പോലത്തെ അല്ലെങ്കിൽ മിലിറ്ററി ജാക്കറ്റ് പോലത്തെ ജാക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ സ്നോഫോൾ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നോർമൽ ജാക്കറ്റൊക്കെ ആണെങ്കിൽ അത് നനയും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ നോർമൽ ഷൂ നമ്മൾ ഇടാതിരിക്കുക കേട്ടോ. അതാണ് ബെറ്റർ. നമ്മളെ ഷൂ ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ പോലെയൊക്കെ നോക്കിയാൽ ആകെ മൊത്തത്തിൽ താണു പോവാണ്. ഇങ്ങോട്ടൊക്കെ ഒരു സ്നോഫോൾ ഇങ്ങനെ വീണിട്ട് താണു പോവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഷൂ നമ്മുടെ നാട്ടിൽ ഇടാൻ പറ്റില്ല. ഞാൻ മുമ്പത്തെ ഇവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭംഗി നോക്കിയേ, ഏതാ ഭംഗി നോക്കിയേ. പിന്നെ പ്രദീപേട്ടനെയും അജ്മലിനൊന്നും കാണുന്നില്ല കേട്ടോ. അവരെങ്ങോട്ടാണ് പോയെന്ന് ഒരു പിടുത്തമില്ല. എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ ഈ തലയിൽ തൊപ്പി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഞ്ഞ് നല്ലോണം പെയ്യാൻ തുടങ്ങി. ആണല്ലേ, കാണുന്നുണ്ടോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തൊപ്പിയിടലേ സേഫാണ്. താണു പോവാട്ടോ. ആണല്ലേ, നിൽക്കുന്നില്ല. അങ്ങോട്ട് ഈടാക്കി കാണിച്ചു തരാം. അതല്ലേ, താണു പോവാണ്. നല്ല സ്ലിപ്പ് പോകുന്നുണ്ട് കേട്ടോ. പൊളി, ഒന്നും പറയാനില്ല. ഓക്കെ, ഞാൻ ഫോട്ടോഷൂട്ടും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. ഏതായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത സെക്ഷനിലുള്ള ഒരു ആൾക്കാർ കിടന്ന് ഉരുളാണ്. മഞ്ഞിക്കണ്ട് ഉരുളാന്നൊക്കെ പറയില്ല, അതേപോലെ മഞ്ഞിക്കണ്ട് ഉരുളാണ്. കുറേ പേര് എടുത്ത് എറിയുന്നുണ്ട്, സ്നോബോളൊക്കെ എറിയുന്നുണ്ട്.
മഞ്ഞ് ഇതൊക്കെ തണുത്ത വെള്ളം ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒന്നും പോയി തൊടാൻ കഴിയില്ല, മഞ്ഞ് തന്നെ തൊടാൻ കഴിയില്ല. പിന്നെ ഗ്ലൗ കാര്യമെല്ലാം നമുക്ക് ഇവിടുന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാ അച്ഛമ്മലെത്താ വരുന്നത്. അച്ഛമ്മല് നടന്ന് ചായ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. എന്താ അച്ഛമ്മലെ തളർന്നാ? ഞാനും തപ്പിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് കാണുന്നില്ലല്ലോ. സ്നോഫോൾ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഗ്ലൗ കാര്യങ്ങളൊക്കെ ഇടണം. എറിഞ്ഞോ അങ്ങോട്ട് കളഞ്ഞേ. അയ്യോ, ഇവിടുന്ന് എന്താ പ്രശ്നം വെച്ചാൽ തെന്നി പോവാണ് കേട്ടോ. വെറുതെ നീ എവിടെ അങ്ങനെ ഇല്ല, അങ്ങനെ മേലെ ഒന്നും ഇല്ല. ഒരു പോരെ എന്താ നോക്കാ. പോരെ വെള്ളം മേലേക്ക് വെള്ളം വെറുതെ ഊരിയും പോരെ. അവൻ തള്ളിയിട്ട് കൊടുത്തേ. എന്താ നമ്മുടെ നാട്ടിൽ ആ പാളമാണ്, പാളയിൽ വെച്ചിട്ട് ഒറ്റ പോക്കങ്ങ് വന്ന് അങ്ങ് താഴെക്കൊണ്ടൊക്കെ നിന്നോളൂ. അതെ അതിനുള്ളിൽ കയറി വരും. മഞ്ഞ് ഇതാ തൊപ്പി ഒന്ന് കയറ്റി ഇങ്ങോട്ടാ. എന്താ റെഡി ആക്കത്തെ പ്രതിയാ ഇങ്ങോട്ടോ. പൊളിയല്ലേ? മൊത്തം കാണുന്നില്ലേ? ആര് അറിഞ്ഞോ? ഉരുട്ടാൻ ഇതിങ്ങനെ മാന്തണം. എത്തോട്ട് വിട്ടണോ? എത്തോട്ട് വിട്ടിട്ട് അങ്ങനെ പോണം. ആണോ? വിട്ടിടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എന്താന്നില്ല, ഇതങ്ങ് ഉരുളണ്ടേ. അപ്പൊ പൊളി, ഒന്നും പറയാനില്ല. സ്നോഫോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്നോഫോൾ ഇപ്പൊ താഴത്തെ കാലാവസ്ഥ കണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് മേലെ ഫുള്ള് വേലായിരിക്കും, പക്ഷെ ഒന്നുമല്ല, സ്നോഫോൾ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞിലുണ്ട്, അതേപോലെ ഒരു കളിക്കാൻ എല്ലാം ഉണ്ട്. ബൈക്ക് റൈഡ് അടിപൊളി കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. സാധനം ഒന്നും പറയാനില്ല. പിന്നെ ഇവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു തരും ഇവര്. ഇവിടെ എന്താ ചെയ്തതിന് പറഞ്ഞുതരും. हम यहाँ पे फ़ोटो वोटो बनाते हैं सर, और वीडियोस भी बनाते हैं। स्की पे ये हमारा इक्विपमेंट रहता है सर, इस पर हम फ़ोटो वोटो वगैरह वगैरह स्नोफॉल वीडियो बनाते हैं सर। ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു തരും. ഒരു 350 രൂപ കൊടുത്താൽ സ്നോഫോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ഇതാട്ടോ നമ്മൾ വന്ന വണ്ടി ഇപ്പോൾ വരും, പുറത്ത് പോയിട്ടുണ്ട്. വണ്ടി നമ്പറൊക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതായാലും കൊള്ളാം. ഇവിടുന്ന് പിന്നെ നൂഡിൽസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് കഴിക്കാൻ ചെയ്യാം. വെള്ളം നല്ല പരിപാടിയുണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങോട്ടൊക്കെ വരാൻ ഒക്കെയാണ്. വളരെ വ്യൂ കേട്ടോ, ഒന്നും പറയാനില്ല. വ്യൂവിൻ്റെ ഒന്നും പറയാനില്ല, വൻ വ്യൂ ആണ്. ആൻഡ് സ്നോഫോൾ ആണെങ്കിൽ ഇപ്പം പെയ്യുന്നില്ല, കുറച്ച് മുമ്പേ സ്നോഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വ്യൂവാണ് താഴേക്ക്. ഓക്കെ, ഏതാ ഭംഗിന്ന്.
ओके गुजारिश करना तमीन कशीर इस वनस गुलमर्गस मज और ये व्यू वो शीन कोता व्यू क्या जबरदस्त व्यू यू वो तुम यह गो माउंटेन अफरवट यह तुम वुचित केबल कारस मज फेज 1 तान यह फेज 1 पे और यह गई स्नो बाइक और यह स्नो बाइक और ये मज गो तुम सोरे मश्त यह हूँ तुम वुचित गजा पब्लिक ति और व्यू क्या और यह साहब वारिया ज़्यादा असल साहब यह आमुत वारिया दूर पे और ये कर व्यू इंजॉय और यह स्नो बाइक राइड और अमिस मे नाव आसिफ तो मे ब्या रिजवान सख मजा साहब साहब वन केरला पे थैंक यू सर അങ്ങ് മേലെ നമുക്ക് ഫേസ് 2 അവിടെ നമുക്ക് എത്തേണ്ടത് പക്ഷേ എത്തിയില്ല. നോക്കിയ ഏതാ വണ്ടിയുടെ സെറ്റപ്പ് കേട്ടോ, ഏതാണ് സാധനം. നമ്മളെ വണ്ടി കാണുന്നില്ലല്ലോ, അവനവിടെ പോയി. വീടുന്നാണെങ്കിൽ അവർ 350 രൂപയൊക്കെ ഫോട്ടോ എടുത്ത് തരാം, വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം നമ്മൾക്കില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അവരെക്കാണ് വലിയ ഫോട്ടോഗ്രാഫറാണല്ലോ നമ്മളെ, അതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല. നമ്മളെ വണ്ടി അവിടെ പോയി, അതാണ് ഇപ്പോൾ നോക്കുന്നത്. വണ്ടി വരൂ, വണ്ടി എവിടെ പോയി? കാണുന്നില്ല കേസ് കാണുന്നില്ല. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാലേ. പക്ഷേ വേറൊരു സീനുണ്ട്, മറ്റേ 2 പേര് അവിടെ പോസ്റ്റല്ലേ. നമുക്ക് അവിടുത്തെ സൂം ചെയ്ത് നോക്കിയാലോ ഉണ്ടെന്ന്. കണ്ടിട്ട് സൂം ചെയ്ത് നോക്കിയാലോ. അവിടെ നിന്നാട്ടോ നമ്മൾ വന്നത്, ഇത്രയും ലോങ്ങാണ്. ഞമ്മക്ക് ചെറിയൊരു അടിയിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി നമ്പർ എന്നോട് മറന്നുപോയി എത്രയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോയിലെ മുമ്പിൽ ഒരു നേരത്തെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പം നോക്കുകയാണ് വണ്ടി നമ്പർ എത്രയാണെന്നുള്ളത്. വണ്ടി നമ്പർ എത്രയാണ്, ആ വണ്ടിയിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ, ആ വണ്ടി നമുക്ക് റിട്ടേൺ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പണി കിട്ടിയ ഇനി വരുന്ന വണ്ടി നോക്കണം. റിട്ടേൺ പോയിട്ടുണ്ട്, കുറച്ച് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. വരട്ടെ, അവരെ നമുക്ക് എന്തൊക്കെ ഇങ്ങനെ മഞ്ഞളിങ്ങനെ കളിച്ചിരിക്കാം. ഇതേതാ വണ്ടി, ഇവനേതാ കിടന്ന് നടക്കുന്നത്? പാർക്ക് ചെയ്തിട്ടുണ്ടോ അവന്? കാണുന്നില്ലല്ലോ, കാണുന്നില്ല. 10, 12. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നോഫോൾ പെയ്യും, പിന്നെ അത് നിൽക്കും, പിന്നെയും പെയ്യും, പിന്നെയും നിൽക്കും. പക്ഷെ നമ്മളെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ കൊള്ളുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു തണുപ്പൊന്നും നമുക്ക് വലിയ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എന്താ പറയുക, ഒരു തണുപ്പ് എന്നൊക്കെ നോർമലൊരു തണുപ്പുണ്ട്, അല്ലാതെ വലിയ പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളെ വണ്ടി വരട്ടെ, അവരെ വെയിറ്റ് ചെയ്ത് വെക്കുന്നതാണ്, നമുക്ക് പോവാം. വണ്ടി നമുക്ക് ഓടിക്കാൻ തരും ഇവര്. നമുക്ക് ഞാനിട്ട് ഇവരെ നമ്മളെ പറ്റിച്ചാണ്, വണ്ടി കിട്ടൂല എന്നുള്ള ഇതിലാണ്. പക്ഷേ വണ്ടി നമുക്ക് ഓടിക്കാൻ തരും. അവിടെ എന്താ പ്രശ്നം, അവിടെ കയറുമ്പോൾ തരില്ല, ഇടയ്ക്ക് അതിൽ നമ്മൾ ചോദിച്ചാൽ തരുന്നുണ്ട്.